സർവാധിപരാ കർത്താവേ നിന്നെ വണങ്ങിന
സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായിരിക്കും. വിശുദ്ധരിൽ സംപ്രീതനായ പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തെ വചനത്തോട് ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ കർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്നേഹിയായ പരിപാലകനും സകലങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും പ്രൗഢവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തെ വചനത്തോട് ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിനർത്ഥം അവൻ ഭൂമിയുടെ അടവ് താങ്ങിലേക്ക് ആരോഹണം ചെയ്യുകയല്ലേ. ആരോഹണം ചെയ്തവൻ തന്നെയാണ് എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങൾക്കുമേൽ ആരോഹണം ചെയ്തത്. അവൻ ചിലരെ ശിഷ്യന്മാരും മറ്റു ചിലരെ പ്രവാചകന്മാരും വേറെ ചിലരെ ശിഷ്യന്മാരും ഇനി ചിലരെ ഇടയന്മാരും പ്രബോധകരുമായി നിയമിച്ചു. നിഷ്ഠയുടെ സജ്ജീകരണത്തിനു വേണ്ടി ശുശ്രൂഷ നിർവഹണത്തിന് നിശ്ചയ ശൈലിനെ പരിപോഷണമായി തീർന്നു. സുവിശേഷം. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ വെറുത്തു എന്ന് അറിഞ്ഞുകൊള്ളുകയും, നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം അതിനെ സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുകയും, അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇവയെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർ ഒഴിവില്ല. എന്നെ വെറുക്കുന്നവൻ എൻ്റെ പിതാവിനെയും വെറുക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും വെറുക്കുകയും ചെയ്തിരിക്കുന്നു. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിച്ചത്.
ചില പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേട്ടകാല 6-ാം വെള്ളിയാഴ്ച നമ്മുടെ സഭയിലെ വീരരക്തസാക്ഷികളായ ആ ശനിയാഴ്ച സഭയുടെ 4 രക്തസാക്ഷികളിൽ നിന്നാണ് നമ്മൾ ആഘോഷിക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം മരിക്കുന്നവരെയാണ് സഭ രക്തസാക്ഷികൾ വിളിക്കുക. അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരെയോ വിപ്ലവം നടത്തി മരിക്കുന്നവരെയോ ഇന്ന് രക്തസാക്ഷികളുടെ സഭ വിശേഷിപ്പിക്കാറില്ല. അവരൊക്കെ മറ്റൊക്കെയാണ്. ഈശോയിലുള്ള സ്നേഹത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഒരാൾ മരിക്കേണ്ടി വന്നാൽ ഈശോയെ തള്ളിപ്പറയുന്നതിനേക്കാൾ മരണമാണ് ഫാർ ബെറ്റർ എന്ന ഉത്തമബോധ്യത്തോടുകൂടി മരണത്തെ കൊല്ലുന്നവരെ മാത്രമേ രക്തസാക്ഷികൾ വിളിക്കാൻ. പേടിച്ച് മരിക്കുന്നവർ രക്തസാക്ഷികളൊന്നുമല്ല. അങ്ങനെ മനുഷ്യരാണ് ബർസബായും 40 പേരും. ആ ശരീരം എഴുതിയുണ്ടാക്കിയൊരു പ്രാർത്ഥനയാണ് എല്ലാവരും സമർപ്പിച്ചത്. സഹത്തിലെ പ്രാർത്ഥനകൾ ശ്രമിക്കുന്നു. ഈശ്വരശിഹാ ഇനിയും അതുകൊണ്ട് നീ ഇവിടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന രക്ഷിക്കുന്നവനുമാണ്. ഒരു ക്രൈസ്തവന് ഈശോയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് രക്തസാക്ഷിത്വം. അതിനെക്കാളും വലിയൊരു സമ്മാനം ഭൂമി കിട്ടാനില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകുക. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷ്യം അവിടെ ചൂടുക. അതിനേക്കാളും വലിയൊരു ഭാഗ്യവും ക്രിസ്ത്യാനിക്ക് കിട്ടാനില്ല. ലോകം മുഴുവൻ കിട്ടുന്നത് അതിൻ്റെ ഒന്നുമല്ല. എന്നാൽ സ്വർഗ കിരീടമാണ് കിട്ടുക. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ ഇപ്സോ ഫാക്ട വിശുദ്ധരാണ് പറയുക. അവര് വിശുദ്ധരാണ്. നമ്മുടെ സഭയ്ക്ക് ഇനി രക്തസാക്ഷിത്വത്തിന്റെ കാലമൊക്കെ വരും. വൈകാതെ ഇന്ത്യയിലൊക്കെ വരും. പക്ഷെ നമ്മളത് സന്തോഷിക്കണം. ഇന്ത്യയിലെ സഭ വളരത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനെ തളർന്നിരിക്കുന്നത് ഏറ്റവും വലിയ സാക്ഷികളാണ് രക്തസാക്ഷിത്വം. അതിനപ്പുറം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. ഈശോയിലെ സ്നേഹിതന് വേണ്ടി ജീവിതത്തിൽ കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് പോയിന്റാണ്. അതിനപ്പുറം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആദിമസഭയിൽ ഒരുപാട് പേർ ഇതിനു വേണ്ടി മോഹിച്ചിരുന്നു. എല്ലാവർക്കും കിട്ടത്തൊന്നുമില്ല. അതെല്ലാവർക്കും കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് സഭയിൽ സന്യാസം ആരംഭിച്ചത്. അതിനെ വൈറ്റ് മാർക്കിട വെള്ള രക്തസാക്ഷി എന്ന് വിളിക്കുക. രക്തസാക്ഷിയാകാനാണ് ഇഷ്ടം, പക്ഷെ അത് എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് സന്യാസം. രക്തസാക്ഷിത്വത്തിൽ അതേ അനൂപിയ സന്യാസം. ഈശോയ്ക്ക് വേണ്ടി മരിച്ചു, പിന്നെ വെള്ളയായിട്ടൊന്നും ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് വെള്ള മാർക്കിട. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈശോയ്ക്ക് വേണം. നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. രക്തസാക്ഷിത്വത്തിൻ്റെ ആ ഒരു വരം സഭയ്ക്ക് വേണം. ഇല്ല, സഭ തളർന്നു. രക്തസാക്ഷികളുടെ ചുടുവെള്ളത്തിൽ മാത്രമേ സഭയാകുന്ന ആ ചെറിയ തരു വേര് പിടിച്ച് വളർന്നതാണ്. അല്ലെങ്കിൽ അത് തലവുന്നില്ല. ധാരാളം രക്തസാക്ഷികളെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഈശോയ്ക്ക് വേണ്ടി ചോര ചിന്താ രക്തസാക്ഷിയായ നമുക്ക് അപമാനിക്കപ്പെടുക, ഒറ്റപ്പെടുക, നിലപാടെടുക്കുക, അത് വലിയ രക്തസാക്ഷിത്വമാണ്. മരിക്കുന്നതിനെക്കാട്ടും പാടായിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ രക്തസാക്ഷികളുണ്ട്. സോഷ്യൽ മീഡിയ ഈശോയ്ക്ക് വേണ്ടി വാദിച്ച് ചീത്തവിളി കേൾക്കുന്ന കുറച്ച് പേരുണ്ട്. രക്തസാക്ഷിത്വം അത് സോഷ്യൽ മീഡിയ മാറ്റിയിടുക. അങ്ങനെ ഒത്തിരി പറ്റും. നമുക്ക് ഒത്തിരി ഫീൽഡിൽ പറ്റും കേട്ടോ. അത് ചെയ്യണം, നമ്മൾ ചെയ്യണം. പിന്നെ ഒടുവിൽ ഒറിജിനൽ രക്തസാക്ഷിത്വം അത് ഏറ്റവും അവസാനമാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ബാപ്റ്റിസം ബൈ ബ്ലഡ് എന്നാണ് എഴുതുക. രക്തം വഴിയുള്ള മാമോദീസ. അത് സ്വർഗത്തിലാണ് പറയുക. ആ ഒറ്റ കാരണം ഒരു സ്വർഗത്തിലാണ്. ഉറപ്പാണ്. അത് പറയുമ്പോൾ നമ്മളിപ്പോൾ മാവോയിസ്റ്റിൻ്റെ കൂടെ കൂടി പോലീസ് എവിടെ വെച്ച് തോന്നുന്നു രക്തസാക്ഷിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അതവർ വേറെ എന്തോ ഒക്കെ മോട്ടീവ്സ് രക്തസാക്ഷി. ഈശ്വര പ്രാർത്ഥിക്കുക. ഈശ്വര പറയട്ടെ. രക്തസാക്ഷിയുടെ ചുരുണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങൾ എതിർക്കുകയും നേരിടുന്നതിനും നിന്റെ ദിവ്യതയ്ക്ക് വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെടുത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ കഴിവിന്റെ പങ്കാളികളും ആവാനുള്ള സമയത്ത് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലീഹന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ കൃത്യമായ ശുശ്രൂഷ വരെ ചെയ്ത വിധിന്മാരോടൊപ്പം സർവ്വഭയത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികാരായിരുന്ന മിശിഹായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകളെയും പ്രതിബന്ധനങ്ങളെയും പ്രത്യേകതയോടെ തറപ്പ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മലാഹയിക്കണമെന്ന് എന്നെ ഞങ്ങളെ യാചിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതാരമായി സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിതവേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിതങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായിരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വരലേ നീക്കണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലവിപത്തുകളിൽ നിന്ന് അവനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരുടെയും ദയാപൂർവ്വം യോഗ്യരാകണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. മാനസികീകരിക്കുകയും വീണ്ടെടുത്താൽ മുന്നിലേറുകയും ചെയ്തവർ ഭക്തിയോടും കൃത്യതയോടെ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുകൊള്ളട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യേശുവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മനുഷ്യരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും താപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികൾക്കുമുള്ള അതിശയനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിന്റെ ജനിച്ചവനും എല്ലാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ
കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യവാൻ ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. രാത്രിക്ക് മരണപ്പെടാൻ നമ്മുടെ പിതാക്കന്മാർ ഒരു വഴിയിൽ മാതൃശുശ്രൂഷിക്കുന്നവരുടെ ബ്രഹ്മചാരികളെയും കരുകളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിനും വിശുദ്ധമായ എല്ലാ കർണാടകങ്ങളെയും പ്രത്യക്ഷത്തോടെ മരിച്ച് ഈ ലോകത്തിന് വരപ്പെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും നിശ്ചയുടെ കൃപയാൽ ഈ ബലി നമുക്ക് കാത്തിൽ രക്ഷിക്കുകയും സർവ്യാതിരിക്കുകയും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ വലിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ഗാനം ഇതിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പ്രകടനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നന്ദിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിന് ഞങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും നിരവധി വിശുദ്ധിയോടുകൂടെ കർത്താവിൽ നിന്ന് വരികയും അവിടുത്തെ ബന്ധപേക്ഷിക്കുകയും ചെയ്യാം. നീ മാതാവിൽ നിന്ന് പ്രവർത്തിക്കപ്പെടുന്നവരെ വിശ്വസിക്കുകയും ഭക്തജനികമായ രചനകൾ പ്രദർശിക്കപ്പെടുന്നു. പുരോഗതിയുടെ മാനസം വഴി സമാധാന സമർത്ഥമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. പൊന്നവരുടെ തരത്തിൽ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നിശബ്ദരെ ഏകാഗ്രതയുടെ കൃത്യത്തിലൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാർ അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും ബലവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതരാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ പങ്കെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനനും ആകുലരുമായ ഈ ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നീ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വഹിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷണിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ മഹത്വമണയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃപയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ പ്രധാന ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യോസേഫ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി ഞങ്ങളുടെ സന്നിധിയിൽ പ്രീതിയനമാനം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ക്ലേശികരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന
ഈ ജനത്തിന് വേണ്ടി, അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശാലിയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ എൻ്റെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. എൻ്റെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചു ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവുണ്ട്. ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുഴുവനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറപ്പിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദൈവമണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദ്യം ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ
അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കാർക്ക് പ്രത്യേകതയോട് സമീപിക്കാം. അനന്തരത്വം വിശ്വാസത്തോടെ അപരാധം തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധ്യതയോട് കൃപയും പാപവിനെ യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലകളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാശയെ ശുദ്ധീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പതിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ശരീരങ്ങളുടെ ഉയർപ്പിന് ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഉപരി സ്തുതിക്കുവാൻ ഞങ്ങളുടെ അപരാധങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും ഞങ്ങളുടേതാകുന്നു, ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോട് കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തെ ഞങ്ങൾ പ്രവർത്തിക്കുകയും മദ്ബഹായിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങളാണ് നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർ നിലയുമായി ഈ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാരകന്മാർ പോലും ഭയഭക്തികളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുകയും. എനിക്ക്
തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഒരാളുടെ ആയുസ് കുറച്ച് നീളുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ മിശിഹായാണ് യഥാർത്ഥ വൈദ്യൻ, അവൻ മാത്രമാണ് ഇത് തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് രോഗികൾ ഈശ്വരനാമത്തെ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതങ്ങനെ തന്നെ സംഭവിക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത തീർത്ഥവും ഞങ്ങൾക്ക് ശിക്ഷാവിധി കാരണമാകാതെ കടങ്ങളുടെ പുറപ്പിക്കും പാപങ്ങളുടെ മോചനത്തിനും എൻ്റെ സന്നിധിയിൽ സന്തുഷ്ടി വിധാനമാവട്ടെ. സ്ഥലത്തിൻ്റെ നാഥായും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരങ്ങളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗ്ഗഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായി ദാനത്തെക്കുറിച്ച് നിരന്തരമേ സ്തുതിക്കുവാനും സ്വർഗവാസികളിലൂടെ അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാപുത്രന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വരനെയും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സ്തുത്യവും പരിശുദ്ധവും ജീവിതായകവുമായി ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെ നാഥായും നാളെ രാവിലെ 10 പോലെ 5:45 തന്നെയാണ് കുർബാനയെന്ന് ഓർമ്മിക്കുന്നത്. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ, ദാനവരങ്ങളിലഹിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിര
രക്ഷക കൃപയും താതൻ സ്നേഹവും ഒപ്പം റൂഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എന്നേക്കും.